Hi friends, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡ്യൂൾ 9ലെ ഓർഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ റിമൈനിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഫ്രാക്ഷൻസിനെ കുറിച്ചാണ്. ഫ്രാക്ഷൻസിന് മെയിൻ ആയിട്ട് രണ്ട് പാർട്സ് ഉണ്ട്. ഒരു ന്യൂമറേറ്ററും ഉണ്ടാവും, പിന്നെ ഒരു ഡിനോമിനേറ്ററും ഉണ്ടാവും. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷന്റെ അപ്പർ പാർട്ടിനെയാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഇനി ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷന്റെ ലോവർ പാർട്ട് അല്ലെങ്കിൽ ബോട്ടം പാർട്ടിനെയാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് 3/4 ആണ്. ഇതിൽ 3 എന്ന് പറയുന്നത് ന്യൂമറേറ്ററും 4 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിനെക്കാളും ലെസ്സർ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 8/9. ഇതിൽ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 8 ആണ്. 8 എന്ന് പറയുന്നത് ആ ഒരു ഡിനോമിനേറ്റർ 9നേക്കാളും കുറവാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിനെക്കാളും ഗ്രേറ്റർ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 9/8. ഇവിടെ 9 എന്ന് പറയുന്ന ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ 8നേക്കാളും വലിയൊരു സംഖ്യയാണ് ഈ 9. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതിലൊരു ഇന്റഗ്രൽ പാർട്ട് ഉണ്ടാവും, പിന്നെ ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ടാവും. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് 3/2/3 ആണ്. ഇത് നമുക്ക് എങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം? ഈ 3 കൊണ്ട്, ഈ ഒരു ഇന്റഗ്രൽ പാർട്ട് കൊണ്ട് നമ്മൾ ഈ ഒരു ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ന്യൂമറേറ്റർ കൊണ്ട് ഈ കിട്ടുന്ന വാല്യൂ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇത് ന്യൂമറേറ്ററിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ ഒരു മിക്സഡ് ഫ്രാക്ഷന്റെ സെയിം ഡിനോമിനേറ്റർ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർ ഫ്രാക്ഷനും നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1/2 ആൻഡ് 2/4 ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. അതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിസിമിലർ ആയിട്ടുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1/2ഉം 1/3 ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണ്. ഇക്വലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ഫ്രാക്ഷൻസും ഇക്വലന്റ് ആവും. എപ്പോഴാണ്? നമ്മൾ രണ്ട് ഫ്രാക്ഷൻസും സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വാല്യൂസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇക്വലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2/3 ആൻഡ് 4/6. ഇവിടെ നമുക്ക് 4/6 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സെയിം 2/3 തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അതിന് ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് ഫ്രാക്ഷൻ ആണ്. യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ന്യൂമറേറ്റർ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1/3. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 2/3 പ്ലസ് 8/3. ഇതിൽ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ചേഞ്ച് ഇല്ല. അത് നമ്മൾ അതുപോലെ തന്നെ എഴുതി. ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്ത് എഴുതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 10/3 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2/3 പ്ലസ് 3/4 ആണ്. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം. അപ്പൊ LCM കണ്ടുപിടിച്ച് 3 × 4 12 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ വേണ്ടി ഫസ്റ്റ് 2/3നെ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ 12 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 4/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 8/12 എന്ന് കിട്ടും. ഇനി അടുത്ത് 3/4ന്റെ ഡിനോമിനേറ്റർ 12 ആക്കാൻ വേണ്ടി നമ്മൾ 3/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് 9/12 കിട്ടും. അപ്പൊ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി നമുക്ക് പഴയ പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോഴേക്കും നമുക്ക് 17/12 എന്ന് ആൻസർ കിട്ടി. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻ ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9/2 മൈനസ് 7/2. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്കൊന്നും നോക്കാനില്ല. ഡിനോമിനേറ്റർ നമ്മൾ അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് ന്യൂമറേറ്റർ മാത്രം നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എഴുതി. അപ്പൊ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 1 കിട്ടി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 2/3 മൈനസ് 3/4. ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം. LCM എന്ന് പറയുന്നത് 3 × 4 12 ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടേ? ഈ ഒരു ഡിനോമിനേറ്റേഴ്സിനെ 12 ആക്കണം. അതിനുവേണ്ടി നമ്മൾ 2/3നെ ഒരു 4/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 8/12 കിട്ടി. ഇനി 3/4നെ നമ്മൾ എന്ത് ചെയ്തു? 3/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് 9/12 കിട്ടി. അങ്ങനെ നമ്മൾ ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആക്കി. എന്നിട്ട് ബാക്കി നമ്മൾ പഴയ പോലെ ചെയ്തപ്പോഴേക്കും നമുക്ക് ആൻസർ -1/12 എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2/3 × 3/7. ഇതിന് നമുക്ക് വേറെ കൺഫ്യൂഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ
മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2/7 ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രാക്ഷന് ഡിവിഷന്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2/3 ഡിവൈഡഡ് ബൈ 3/7. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡിവിഷൻ സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സെക്കൻഡ് ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുക്കും. അപ്പൊ എന്ത് കിട്ടും, 2/3 ഇൻറ്റു 7/3. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു ഡിവിഷൻ സൈൻ മാറി മൾട്ടിപ്ലിക്കേഷൻ സൈൻ വരും. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഡയറക്റ്റ് ആയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 14/9 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫാക്ടറിന്റെ അല്ലെങ്കിൽ ഒരു നമ്പറിന്റെ LCM ലീസ്റ്റ് കോമൺ ഫാക്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നത് 24ന്റെയും 36ന്റെയും LCM ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ 24ന്റെയും 36ന്റെയും ലീസ്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഓൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ആ 3 വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 24 ചെയ്യുമ്പോൾ 8 കിട്ടും. ഇനി 36 വരുമ്പോൾ 12 കിട്ടും. ഇനി നമുക്ക് ഇത് രണ്ടിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 കൊണ്ടാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ഉം കിട്ടും 6ഉം കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2ഉം കിട്ടും 3ഉം കിട്ടും. ഇനി LCM എന്ന് പറയുന്നത് ഈ കിട്ടുന്ന ഈ സൈഡിലും ബോട്ടത്തിലും കിട്ടുന്ന ഈ നമ്പേഴ്സ് എല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് LCM എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് HCF അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 30യും 75ന്റെയും HCF നമുക്ക് കണ്ടുപിടിക്കാം. 30യും 75നെ നമുക്ക് ലീസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3 ചെയ്യുമ്പോൾ 10ഉം കിട്ടും 25ഉം കിട്ടും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 കൊണ്ടാണ്. അപ്പൊ 5 ചെയ്യുമ്പോൾ 2ഉം 3ഉം കിട്ടും. അപ്പൊ ഇതില് HCF എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്പേഴ്സ് മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് HCF എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ആണ്. സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു വാല്യൂവിനെ നമ്മൾ ആ ഒരു വാല്യൂ തന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒറിജിനൽ നമ്പർ കിട്ടും. അതിനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ടിനെ നമുക്ക് ഇൻവേഴ്സ് ഓഫ് സ്ക്വയറിംഗ് എന്നും പറയാം. ഇനി അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ റൂട്ട് 16 എന്ന് പറയുന്നത് 4 ആയിരിക്കും. റൂട്ട് 114 എന്ന് പറയുമ്പോൾ 12 ആയിരിക്കും. അപ്പൊ 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 ആയിരിക്കും. ഇനി റൂട്ട് 169 എന്ന് പറയുന്നത് 13 ആയിരിക്കും. റൂട്ട് 256 എന്ന് പറയുന്നത് 16 ആയിരിക്കും. റൂട്ട് 2 എന്ന് പറയുന്നത് 1.414 ആണ്. ഇനി ഈ റൂട്ട് 2ന്റെ വാല്യൂസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. കാരണം എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഈസിയർ ആയിരിക്കും. ഇനി റൂട്ട് 3 എന്ന് പറയുന്നത് 1.7321 ആയിരിക്കും. റൂട്ട് 5 എന്ന് പറയുന്നത് 2.2361 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ആണ്. റേഷ്യോസും പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫ്രാക്ഷൻസ് ആയിട്ട് തന്നെയാണ്. റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് ക്വാണ്ടിറ്റീസ് സെയിം കൈൻഡിലുള്ള രണ്ട് ക്വാണ്ടിറ്റീസിന്റെ റിലേഷൻഷിപ്പ് പറയുന്നതാണ് റേഷ്യോ എന്ന് പറയുന്നത്. അതിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഫ്രാക്ഷൻ 2/3 അല്ലെങ്കിൽ A/B നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പറയുന്നത് A:B ആയിട്ടാണ് റേഷ്യോയിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രപ്പോർഷൻ ആണ്. പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് ഡിഫറെന്റ് റേഷ്യോസ് ഉണ്ടെങ്കിൽ ആ രണ്ട് റേഷ്യോസും ഈക്വലന്റ് ആണെന്ന് പറയാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു ടേം ആണ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A:B = C:D. അതാണ് പ്രപ്പോർഷന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പെർസെന്റേജിനെ കുറിച്ചാണ്. പെർസെന്റേജ് എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ റേഷ്യോനെ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് 100 വെച്ച് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഇനി അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ 10% എന്ന് പറയുന്നത് 1/10 ആയിരിക്കും. 33.33% എന്ന് പറയുന്നത് 1/3 ആയിരിക്കും. 14.28% എന്ന് പറയുന്നത് 1/7 ആയിരിക്കും. ഇനി ഒരു വാല്യൂവിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുല എന്ന് പറയുന്നത് വാല്യൂ ബൈ ടോട്ടൽ വാല്യൂ ഇൻറ്റു 100 ആണ് പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വർക്ക്ഔട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് എല്ലാം കമ്മ്യൂണിറ്റി ടാബിൽ ആഡ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.